പ്രകൃതിയെക്കുറിച്ചും നമ്മളുടെ സസ്യസമ്പത്തിനെക്കുറിച്ചും ഔഷധ സസ്യങ്ങളെക്കുറിച്ചുമുള്ള ഒരു അന്വേഷണമാണ് ജീവധാര. തുളസിയെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. അതിനെക്കുറിച്ച് ഇന്നും പറയാനുണ്ട്. തുളസി ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതേ വർഗത്തിൽപ്പെടുന്ന ഏതാണ്ട് ഇതേ ഗുണങ്ങളുള്ള സസ്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. പക്ഷേ ഭാരതത്തിൽ കാണുന്ന തുളസി, അതായത് നമ്മുടെ ഇവിടെ കാണുന്ന ഇത്തരം തുളസികൾ ഈ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഏറ്റവും ഔഷധവീര്യമുള്ള തുളസി നമ്മളുടെയാണ്. മറ്റു പല സാധനങ്ങളും കടൽ കടന്നു പോയ പോലെ തന്നെ തുളസിയും ഇവിടെ നിന്ന് മറ്റു പല രാജ്യങ്ങളിലേക്കും കടൽ കടന്നു പോയിട്ടുണ്ട്. ഔഷധ സസ്യങ്ങളിലെ രാജ്ഞിയായിട്ടാണ് തുളസിയെ കണക്കാക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തുളസിയുടെ വർഗത്തിൽപ്പെട്ട നിരവധി തരം തുളസികളുണ്ട്. വിവിധ പേരുകളിൽ വിവിധ ശാസ്ത്രീയ നാമങ്ങളുള്ള ഇവ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. ആഹാരമായി പോലും തുളസിയുടെ ഇത്തരം ഇനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. തുളസിയെ ഭാരതീയർ വളരെ ദിവ്യമായിട്ടാണല്ലോ കരുതി വരുന്നത്. പക്ഷേ തുളസി ഭാരതത്തിന് വെളിയിൽ അത്രയൊന്നും പൂജിക്കപ്പെടുന്നില്ല. ലാറ്റിൻ ഭാഷയിൽ തുളസിയെ ഹോളി ബേസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ദിവ്യമായ ബേസിൽ എന്നർത്ഥം വരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീന ഭാഷയായ ലാറ്റിൻ ഭാഷയിൽ, സംസ്കൃതം പോലെ തന്നെ പ്രാചീന ഭാഷയായ ലാറ്റിൻ ഭാഷയിൽ തുളസിക്ക് ഇത്തരം ഒരു ദിവ്യത്വം കൽപ്പിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടായിരിക്കണം. ബേസിൽ എന്ന പേരിലാണ് ലോകത്തിൽ മിക്ക സ്ഥലത്തും ഈ സസ്യത്തെ വിളിക്കുന്നത്. സംസ്കൃതത്തെ പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിലൊന്നായ ലാറ്റിൻ ഭാഷയിൽ ഈ സസ്യത്തെ ഹോളി ബേസിൽ, അതായത് ദിവ്യമായ ബേസിൽ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ സേക്രഡ് ബേസിൽ അഥവാ പുണ്യമായ ബേസിൽ എന്നും ഇത് വിളിക്കപ്പെടുന്നുണ്ട്. ഭാരതത്തിലെ പോലെ മറ്റെവിടെയും ഇന്ന് ഈ സസ്യം പൂജിക്കപ്പെടുകയോ പൂജിക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ലാറ്റിൻ ഭാഷയിലുള്ള ഹോളി ബേസിൽ എന്ന പേര് കേൾക്കുമ്പോൾ ഇതിന് ദിവ്യത്വം കൽപ്പിച്ചിരുന്നവർ വേറെയും ഉണ്ടായിരുന്നു എന്ന് കരുതേണ്ടി വരും. ഭാരതത്തിൽ പൊതുവെ രാമതുളസി എന്ന് വിളിക്കപ്പെടുന്ന തുളസിയുടെ വിവിധ വർഗ്ഗങ്ങളാണ് മറ്റു രാജ്യങ്ങളിൽ പൊതുവെ കാണപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതുകൂടാതെ പർപ്പിൾ നിറത്തിലുള്ള ചെടികളും കാണപ്പെടുന്നുണ്ട്. ചില രാജ്യങ്ങളിലെ ബേസിൽ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഈ വർഗമാണെന്ന് തോന്നുകയേയില്ല. ലോകത്തിൽ പല രാജ്യങ്ങളിലും ബേസിൽ അല്ലെങ്കിൽ സേക്രഡ് ബേസിൽ എന്നറിയപ്പെടുന്ന തുളസിയുടെ എക്സ്ട്രാക്റ്റ് അഥവാ സത്ത ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. പല രോഗങ്ങൾക്കും അത് കൺകണ്ട ഔഷധവുമാണ്. ഔഷധത്തിന് വേണ്ടിയും ആഹാരത്തിന് വേണ്ടിയും പല രാജ്യങ്ങളിലും ബേസിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. വൻതോതിൽ കയറ്റുമതിയും നടക്കുന്നുണ്ട്. ബേസിലിൻ്റെ സത്ത അഥവാ എക്സ്ട്രാക്ട് കൊണ്ടുള്ള പലതരം ഔഷധങ്ങൾ
വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാണ്. കൂടാതെ വിത്ത്, എണ്ണ, വേരുകൾ എന്നിവയും കയറ്റുമതി ചെയ്യപ്പെടുന്നു.